നമ്മളിപ്പോൾ ഉള്ളത് 21-ാം നൂറ്റാണ്ടിലാണ്. ഏകദേശം 11-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, 900 വർഷം പുറകെ പഴക്കം പറയാൻ അവകാശമുള്ള ഒരു ചർച്ചിൻ്റെ അകവും അതിൻ്റെ ചുറ്റുപാടും പരിസരങ്ങളും ഒന്ന് കൂടുതൽ അറിഞ്ഞാലോ? ഔദ്യോഗിക രേഖകൾ അനുസരിച്ച് വർഷം 1150-ലാണ് ഈ പള്ളി നിർമ്മിച്ചതായിട്ട് കാണപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയറിലെ സ്കാർബറോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പള്ളി നിലനിൽക്കുന്നത്. ഈ ഒരു പ്രദേശത്തെ ഉണ്ടല്ലോ, പഴയകാല ഒരു സൈനിക തലവനായിരുന്ന മർമഡ്യൂക്ക് കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. ഇദ്ദേഹം വെള്ളം കുടിക്കുന്നതിന്റെ ഇടയ്ക്ക് വെള്ളത്തിലൂടെ ഒരു തവള പുള്ളിക്കാരന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് ചെല്ലുകയും പുള്ളിയുടെ ഹൃദയവും കരളും അടങ്ങുന്ന ആന്തരിക അവയവങ്ങളൊക്കെ കാർന്നു തിന്നുകയും ചെയ്യുകയുണ്ടായി. ഇതേ മർമഡ്യൂക്ക് കോൺസ്റ്റബിളിന്റെ ശവകുടീരം ഇവിടെ കൃത്യമായിട്ട് ഈ കഥകളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഉണ്ടെന്നുള്ളൊരു ചരിത്രം ഞാൻ അറിഞ്ഞപ്പോൾ ഒരു കൗതുകത്തിന്റെ പുറത്ത് ഇറങ്ങി തിരിച്ചതാണ് ഒന്ന് കാണാനായിട്ട്. പക്ഷെ അവിടെ ചെന്ന സമയത്തുണ്ടല്ലോ, ഈ ഒരു കഥയെയും ശവകുടീരത്തിനേക്കാൾ അപ്പുറമായിട്ട് പഴയകാല ഇംഗ്ലീഷ് നോർമൻ ആംഗ്ലിക്കൻ ശൈലിയിൽ പണി കഴിപ്പിച്ച ഈ ഒരു ചർച്ച് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു വ്യാഴാഴ്ച സർവീസ് നടക്കുവാണ്. പള്ളി നടത്തിപ്പുകാരിൽ ഒരാളോട് ഞാനൊരു മുസ്ലിം ആണെന്നും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കാൻ വേണ്ടി ഉള്ളിൽ കയറുന്നില്ല എന്നും പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്നെ ഉള്ളിലേക്ക് ക്ഷണിക്കുകയും ഞാൻ എന്റെ ലൈഫിലെ ആദ്യത്തെ ഒരു സർവീസ് അനുഭവിക്കുകയും ചെയ്യുകയുണ്ടായി. ഒരു കൗതുകമുള്ള ശവകുടീരം മാത്രം കാണാൻ പോയ ഞാൻ സാമാന്യം തെറ്റില്ലാത്ത കുറച്ച് ആളുകളുടെ കൂടെ ഇരുന്നിട്ട് ലൈഫിലെ ആദ്യത്തെ ഒരു സർവീസ് അനുഭവിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ആംബിയൻസും എല്ലാം ഭയങ്കര ഇഷ്ടമായി എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ അതിനേക്കാളെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തിയത് സർവീസൊക്കെ പിരിഞ്ഞതിന് ശേഷം മെത്തേഡിസ്റ്റുകാരനായിട്ടുള്ള വൈദികൻ വന്ന് എന്നോട് സംസാരിക്കുകയും കുറച്ചു നേരം വർത്തമാനം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പള്ളി നടത്തിപ്പുകാരോട് എന്നെ ഈ പള്ളി മൊത്തം ചുറ്റി കാണിക്കാനും ആവശ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സമയം എന്റെ മുന്നിലൂടെ കടന്നു പോയെങ്കിലും അതിനേക്കാൾ ഏറെ എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ചാൽ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഈ പള്ളിയുടെ മിനാരത്തിനുള്ളിലെ പള്ളി മണിയും ക്ലോക്കുകളും ഒക്കെ എന്നെ കാണിക്കാൻ അവർ തയ്യാറായി എന്നുള്ളതിലാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കം പറയാൻ അവകാശമുള്ള ഒരു പള്ളിയും വർഷങ്ങളുടെ പഴക്കം അവകാശപ്പെടാനുള്ള പള്ളി ക്ലോക്കും പള്ളി മണികളും ഇതെല്ലാം എന്റെ കൂടെ നിന്നൊരു ഗൈഡിനെ പോലെ എനിക്ക് പള്ളിയെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും അവർ പറഞ്ഞു തരികയാണ്. യൂറോപ്പിൽ പണ്ടത്തെ കാലത്ത് ധാരാളമായിട്ടുണ്ടായിരുന്ന മരത്തിൽ പണി കഴിപ്പിക്കുന്ന പള്ളി സ്ക്രീനുകളുണ്ട്. ഇന്നും അത് കൃത്യമായിട്ട് സംരക്ഷിച്ചു പോകുന്ന ചുരുക്കം ചില പള്ളികളിൽ ഒന്നുകൂടിയാണിത്. സംസാരിക്കുന്നതിനിടയ്ക്ക് അവർ എനിക്കൊരു കപ്പ് ഓഫ് ടീ ഓഫർ ചെയ്യുകയാണ്. റമദാൻ മാസമാണെന്നും ഞാനൊരു നോയമ്പുകാരനാണെന്നും പറഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞത് അവർക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാത്രം. അവിടെ നിന്നും തിരിക്കുന്നതിന് മുന്നേ പള്ളിയുടെ പ്രാർത്ഥനാ പേപ്പറിൽ എന്റെ പേരും കൂടെ എഴുതി ചേർത്ത് അവരുടെ പ്രാർത്ഥന എനിക്കുമുണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് അവിടെ നിന്ന് പിരിഞ്ഞത്. ഈ ഒരു പള്ളിയും ഈ ഒരു യാത്രയും എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം മനസ്സിന് തന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കൃത്യമായിട്ട് ചരിത്രവും ചരിത്ര സ്മാരകങ്ങളൊക്കെ ഏത് രീതിയിലാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന് കൃത്യമായിട്ട് ഇതിനുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നന്ദി.